രാവിലെ എണീറ്റ് ഫോണിലും കുത്തിക്കൊണ്ട് കിടക്കുന്നുണ്ടല്ലേ. ഞാൻ പിന്നെ മൈൻഡ് ചെയ്യാൻ പോയില്ല ഗൈസ്. എനിക്ക് വിശന്നപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പോയി. എൻ്റെ നാത്തും പിന്നെ എളുപ്പപ്പണിയുടെ ആളായതുകൊണ്ട് തന്നെ പ്രസ്സിൽ പരത്തുക, ചുട്ടെടുക്കുക, അതാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പത്തിരി. പിന്നെ കുക്കറിൽ വെക്കുന്ന ചിക്കൻ കറി, അതാളുടെ സ്ഥിരം പരിപാടിയാണ്. അതിൽ നിന്ന് കുറച്ച് ചാറ് ഊറ്റിയെടുത്ത് നേരെ സെറ്റിൽ പോയിരുന്ന് കഴിക്കാൻ. അപ്പോൾ ദേവൻ വന്ന് അതെൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞ് ഞാൻ തള്ളി നീക്കി. അങ്ങനെ പത്തിരി കഴിച്ച് കഴിഞ്ഞിട്ട് കേക്ക് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അതിൽ നിന്നൊരു പീസ് എടുത്ത് കഴിച്ച്. പിന്നെ എൻ്റെ മെയിൻ പരിപാടി കുക്കിങ്. അതെനിക്കൊരു ഹോബിയാണല്ലോ, ഹരമുള്ളൊരു പരിപാടി ആയതുകൊണ്ട് എവിടെ പോയാലും കുക്കിങ് ഞാൻ നൈസായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഏറ്റെടുക്കും. എന്തെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാക്കും. വേഗം അരി അളന്നിട്ട് അരി കഴുകിയിട്ട് എന്നിട്ട് പച്ചക്കറികളുണ്ടായിരുന്നു, അതിൽ നിന്ന് കോവയ്ക്ക എടുത്ത അരി വേണം മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും ഫോണിൽ കുത്തിക്കൊണ്ടിരുന്ന ആൾ എണീറ്റ് വന്ന് വീണ്ടും ഫോണിൽ കുത്തി തീറ്റ. ഇതിനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നറിയാം, അതുകൊണ്ട് ഒന്നും പറയാൻ നിന്നില്ല. ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരനായിട്ട് വന്നേക്കാണ്. വലിയ ഗെറ്റപ്പിൽ പോകുന്നത് മീൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വീഡിയോ ഓണായത് അറിഞ്ഞുകൊണ്ടാണെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരാൻ ഞാൻ പറഞ്ഞ് കറക്റ്റ് അതുപോലെ വന്നു. അങ്ങനെ ആൾ മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ പച്ചക്കറി ഒരു ലോഡ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ബോക്സ് ഞാൻ എൻ്റെ നാത്തൂന് ഓൺലൈൻ വഴി വാങ്ങിക്കൊടുത്തതാണ്. പക്ഷേ ഞാനല്ല കേട്ടോ കാശ് കൊടുത്തത്, ആൾ കാശ് തന്ന് ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്ത്. അപ്പോൾ അതിൽ ഓരോന്നായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടെ ഉമ്മായും കൂടി. ബോക്സിൽ ഈ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ തന്നെ ഫ്രിഡ്ജ് കാണാൻ ഒരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാൻ കിട്ടുവാണെങ്കിൽ. കുബേരനിലെ ദിലീപിനെ പോലെ ഷോക്സ് ഇട്ട് പായസം കുടിച്ചിരിക്കുന്നുണ്ടല്ലോ. ഒരു അണ്ടാവ് പായസമാണ് ഗൈസ് കുടിക്കുന്നത്. ഞാനും ഇടക്കിടക്ക് കുടിക്കുന്നുണ്ട്, പക്ഷെ അണ്ടാവിലല്ലെന്ന് മാത്രം. ഉമ്മാക്ക് കുടിക്കാൻ വേണ്ടി അടിച്ചു വെച്ച പാവയ്ക്ക ജ്യൂസാണ് ഇവളെടുത്ത് കുടിച്ചതല്ല കുടിപ്പിച്ചത്. കൊച്ചിന് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവളത് തുപ്പിക്കളഞ്ഞ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊച്ചു പറയുന്നത് അവിടെ അടുത്തൊരു കുളമുണ്ട്, നല്ല അടിപൊളിയാണെന്നും പറഞ്ഞിട്ട് ഞങ്ങളെയും കൊണ്ട് പോയതാണ്. ഈ ചക്കനാണെങ്കിൽ ഇത് കണ്ടിട്ട് കുളത്തിൽ ഇറങ്ങാഞ്ഞിട്ട് മേലെ പിന്നെ എടുത്ത് അങ്ങ് ചാടി. പിന്നെ ആർക്കായാലും ഇത്ര നല്ല ക്ലിയർ വാട്ടർ കണ്ടാൽ ചാടാൻ തോന്നുമല്ലോ. എനിക്കാണെങ്കിൽ ഈ വെള്ളം കാണുമ്പോഴേ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു തരിക്കുന്ന ഫീൽ, എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് ഭയങ്കര പേടിയാണ് വെള്ളം. ഷിനാജാണെങ്കിൽ വീഡിയോ എടുത്തിട്ടത് ഉമ്മാക്ക് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഉമ്മ പ്രത്യേകം പറഞ്ഞു വെള്ളത്തിൽ നീ ഇറങ്ങരുത്. നല്ല അനുസരണയുള്ള കുട്ടിയായതുകൊണ്ട് അവൻ ഇറങ്ങി. ചേട്ടനും ചാട് ചാട്. ചെറുതായിട്ടൊന്ന് മഴ പെയ്തപ്പോൾ നനയൊന്നും പറഞ്ഞ് ഓട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഞാനാണെങ്കിൽ ഫുള്ള് മഴ കൊള്ളുകയും ചെയ്ത് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എനിക്ക് കിട്ടുകയും ചെയ്തു. സമയം കുറച്ച് അധികരിച്ചത് കൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. വേഗം വീട്ടിലേക്ക് നിന്ന് ഫുഡൊക്കെ നല്ല വയറ് നിറച്ച് കഴിച്ച് ഇനി ഇവിടെ നിന്ന് കെട്ടും കിടക്കയൊക്കെ എടുത്ത് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ സമയമായി. ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോയത്.